ഇന്ന് ശിവരാത്രി ദിവസമാണ്. ശിവരാത്രി ആഘോഷങ്ങൾക്കായി ക്ഷേത്രങ്ങളൊക്കെ ഒരുങ്ങിയിരിക്കുന്നു. ഇന്ന് ക്ഷേത്രങ്ങളിലൊക്കെ ഒരുപാട് വലിയ പരിപാടികൾ നടക്കുന്നു. ഒപ്പം തന്നെ ബലിതർപ്പണം അടക്കമുള്ള ചടങ്ങുകൾ ആലുവ പോലുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്തരെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ദിവസമാണ്. വിശ്വാസികളെ സംബന്ധിച്ച് ആ രീതിയിൽ ശിവരാത്രി വ്രതമൊക്കെ നോറ്റ് അങ്ങനെ അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകുന്ന ആളുകളെ നമുക്കറിയാം. നാടെങ്ങും ശിവരാത്രിയുടെ ഒരു ലഹരിയിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്ന് ഉറക്കമൊക്കെ ഒഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നൊരു ദിവസം കൂടിയാണല്ലോ. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള വിശ്വാസപരമായൊരു ദിവസം. ആ ശിവരാത്രി ആഘോഷങ്ങൾക്കായി ക്ഷേത്രങ്ങളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ആലുവ മണപ്പുറത്തിനെ കുറിച്ചാണ്. കാരണം ആലുവ മണപ്പുറത്താണ് ഏറ്റവും വലിയ ശിവരാത്രി ആഘോഷങ്ങളിൽ ഒന്ന് സംസ്ഥാനത്ത് നടക്കുന്നത്. ഇന്ന് രാത്രി ആരംഭിക്കുന്ന ബലിതർപ്പണ ചടങ്ങുകൾ നാളെയും തുടരും. ഇന്ന് വൈകുന്നേരം മുതൽ ആലുവ മണപ്പുറത്തേക്ക് ഭക്തജന പ്രവാഹമായിരിക്കും. തിയോഫിൻ നമ്മളോടൊപ്പം ചേരുകയാണ് വിവരങ്ങളുമായി ആലുവയിൽ നിന്ന്. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. മനു, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ മണപ്പുറം സജീവമായി തുടങ്ങിയോ? വൈകുന്നേരത്തോടുകൂടി തന്നെ, അതായത് തീർച്ചയായും മനു, അതായത് ജനത്തിരക്കെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ നിരവധി പേർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ശരിക്ക് ആലുവ മണപ്പുറത്തെ ആ ഭക്തജനങ്ങളുടെ ഒരു ജനലക്ഷങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് അത് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ്. വൈകുന്നേരത്തോടു കൂടി തിരക്ക് ജനപ്രവാഹമായിരിക്കും ഇവിടേക്ക്. ബലിതർപ്പണ ചടങ്ങുകൾ ചെറിയ തോതിൽ തന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒട്ടനവധി പേർ, കാരണം ഈ വൈകുന്നേരമോ രാത്രിയുമായി എത്തി ബലിതർപ്പണം നടത്താൻ കഴിയാത്ത ആളുകളുണ്ട്. നിരവധി പേർ രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തി ബലിതർപ്പണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇവിടെ ഈ ബലിതർപ്പണത്തിനായുള്ള വേദികൾ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പുറത്തെ ഇടതുവശത്താണ് ഈ ബലിതർപ്പണ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ. അതിനുശേഷം പുഴയിൽ മുങ്ങാനിറങ്ങുന്നത് മറുഭാഗത്താണ്. ഇത് 116ഓളം ബലിത്തറകൾ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ ശിവരാത്രിയുമായി ബന്ധപ്പെട്ടുള്ള ബലിതർപ്പണ ചടങ്ങുകൾക്കും ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തി കഴിഞ്ഞു. അതിനുള്ള വളരെ ചിട്ടയോടുകൂടിയുള്ള ഒരുക്കങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. നിരവധി പേർ ഇപ്പോഴും രാവിലെ മുതൽ തന്നെ ഈ ശിവരാത്രി നടക്കുന്ന മണപ്പുറത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആലുവ പുഴയുടെ ഇരുകരകളിൽ നിന്നും ഇവിടേക്കുള്ള പ്രവേശനമുണ്ട്. തെക്ക് ഭാഗത്തെ കരയിൽ നിന്നും ഒരു പാലമുണ്ട്. ആ പാലത്തിലൂടെ മണപ്പുറത്തേക്ക് കിടക്കാം. അതോടൊപ്പം തന്നെ വടക്കു ഭാഗത്തെ കരയിൽ നിന്ന് നേരിട്ട് തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തുകയും ക്ഷേത്ര മുറ്റത്ത് ഈ മണപ്പുറത്ത് അവിടെ നിന്ന് വരി നിൽക്കാൻ, അതായത് ചിട്ടയോടുകൂടി വരി നിൽക്കാനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങൾക്ക് വലിയ തിരക്ക് ഒഴിവാക്കി നേരത്തെ തന്നെ വന്നു പോകണമെന്ന് താല്പര്യമുള്ള ഒരുപാട് പേർ രാവിലെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 7:30-ക്ക് ശേഷം വളരെ സജീവമായിട്ടുണ്ട് ഇപ്പോൾ മണപ്പുറം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, പാലങ്ങളിലൂടെ നിരവധി പേർ, ആ പാലമാണ് നമ്മൾ കാണുന്നത്. ആ പാലത്തിലൂടെ നിരവധി പേർ ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നു. അത് ഈ ആലുവ നഗരത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നവർക്കാണ് ഈ പാലത്തിലൂടെ കടന്നു വരാൻ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടാണ്, എളുപ്പത്തിൽ വരാനും പോകാനുള്ള സൗകര്യമാണ്. ആലുവ പുഴയിൽ ഇതിനായുള്ള ഒരുക്കങ്ങളുണ്ട്. ബലിതർപ്പണം രാത്രിയോടുകൂടി, അതായത് ഇന്ന് രാവിലെ ലക്ഷാർച്ചനയോടുകൂടി ക്ഷേത്രത്തിലെ ചടങ്ങുകളൊക്കെ ആരംഭിച്ചു. രാത്രി 12-ന് ശിവരാത്രി വിളക്കുണ്ട് ക്ഷേത്രത്തിൽ. അതിനോടൊപ്പം എഴുന്നള്ളിപ്പും. അതിനുശേഷമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ബലിതർപ്പണം. അതായത് ഒട്ടനവധി പേർ ബലിതർപ്പണം നടത്തുന്ന അപ്പോഴാണ്. ആ ബലിതർപ്പണ ചടങ്ങുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നാളെ വരെ നീളും. നാളെ പകലുമുണ്ടാകും. നാളെ കുംഭമാസത്തിലെ വാവ് ദിനമാണ്. ആ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഭക്തജനങ്ങൾക്ക് വേണ്ടി ഈ ശിവരാത്രി ആഘോഷത്തിനെത്തുന്നവർക്ക് വന്നു പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും റെയിൽവേയും കൊച്ചി മെട്രോയും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേക മെട്രോ സർവീസുകൾ സമയക്രമീകരണം നടത്തിയിട്ടുണ്ട്. റെയിൽവേ പ്രത്യേക തീവണ്ടി സർവീസുകളുണ്ട്. KSRTC സ്പെഷ്യൽ ബസ്സുകളും സ്പെഷ്യൽ സർവീസുകളും ഒക്കെ രാത്രി ഉൾപ്പെടെ നടത്തുന്നുണ്ട്. ഇതിനായുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണപ്പുറത്ത് നഗരസഭയുടെ ഒരു താൽക്കാലിക ഓഫീസ്, നഗരസഭയുമായി ബന്ധപ്പെട്ട മറ്റ് സേവനങ്ങളും കാര്യങ്ങളും കൂടി നൽകുന്നതിന് വേണ്ടി ഒരു ഓഫീസ് സജ്ജമാക്കിയിട്ടുണ്ട്. ഒരു പ്രത്യേക കൺട്രോൾ റൂമുണ്ട്. ഫയർ സ്റ്റേഷൻ സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവിധ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് ഇന്ന് വൈകിട്ട് ഒരു 4 മണി മുതൽ ഉച്ച കഴിയുന്നതുവരെ ആലുവയിൽ വലിയ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നഗരത്തിലും ദേശീയപാതയിലും ഉൾപ്പെടെ ഗതാഗത നിയന്ത്രണവും ഉണ്ടാകും. സുരക്ഷാ സംവിധാനങ്ങൾ 1500ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ ഒരു സംഘം ഇതിനായി വിന്യസിച്ചിട്ടുണ്ട്. അതിൽ 12 DSPമാരും 30 ഇൻസ്പെക്ടർമാരും ഉൾപ്പെടെ റൂറൽ SP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ വളരെ ചിട്ടയോടുകൂടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ആലുവ മണപ്പുറത്ത് രാവിലെ മുതൽ തന്നെ ജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജനത്തിരക്ക് ഏറ്റവും അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ വൈകുന്നേരമാകും. വൈകുന്നേരത്തോടുകൂടി വലിയ ഭക്തജന തിരക്കാണ്. രാത്രി ഇവിടെ ജനലക്ഷങ്ങളെ കൊണ്ട് തിങ്ങി നിറയും. ശരി, ഏതായാലും ഇനി
ഇന്ന് രാത്രിയാകുമ്പോഴാണ് ആലുവ മണപ്പുറം ഏറ്റവും സജീവമാവുക. അവിടെ നിറയെ ഭക്തരെ കൊണ്ട് നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങോട്ടേക്കുള്ള യാത്രയ്ക്കൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. KSRTC അടക്കം പ്രത്യേക സർവീസുകളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു ഭക്തിയുടെ വിശ്വാസത്തിൻ്റെ ഒരു ലഹരിയിലേക്ക് ആലുവ മണപ്പുറം പോകുന്നു. ക്ഷേത്രങ്ങളിലൊക്കെ പ്രത്യേക പൂജകളും പരിപാടികളും ഉത്സവങ്ങളൊക്കെ നടക്കുന്ന സമയം കൂടിയാണ് ശിവരാത്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആഘോഷം മറ്റൊരു തരത്തിലുണ്ട്. ഏറ്റവും സുരക്ഷിതമായി ഏറ്റവും സേഫായി നമുക്ക് ശിവരാത്രി ആഘോഷിക്കാം വിശ്വാസത്തോടെ, വിശ്വാസികൾക്ക് അതിൻ്റെതായ രീതിയിൽ. ഒപ്പം തന്നെ മറ്റ് ആലുവയിലൊക്കെ പോയി കാഴ്ചകളൊക്കെ കണ്ട് ആ രീതിയിലും തന്നെ നമുക്ക് പോകാം. ഏതായാലും എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.